നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കെന്തോ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാ. നമ്മുടെ കമ്പനിക്ക് വലിയൊരു ഓഫറല്ലേ കിട്ടിയിരിക്കുന്നത്. കഴിക്കു സ്വാതി. അതെ, ഞാൻ കൂടി ഇവിടെ ഇരുന്ന സ്വർഗത്തിലെ കട്ടറും പാവോ. കളിയാക്കാതെ താനൊന്നിരിക്കടോ. ഗോവിന്ദൻ എന്താ വേണ്ടേ? ഐസ്ക്രീം, ഫലൂദ, മിൽക്ക് ഷേക്ക്? ഞാൻ ഇപ്പോ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. ഓ, പിന്നീട് എന്തെങ്കിലും പറയാം. ഓക്കെ. ഗോവിന്ദന് ഞങ്ങള് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഗോവിന്ദ് ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത വിവരം ഇന്നാ ഞങ്ങൾ അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതാ അക്കാര്യം നിങ്ങൾ അറിയിക്കാൻ വൈകിയത്. ഗോവിന്ദ് ഇവിടെ ക്വാർട്ടേഴ്സിലെ താമസം അല്ലേ? ക്വാർട്ടേഴ്സിലായിരുന്നു. ഇപ്പോ അടുത്തൊരു വീട് റെഡിയായിട്ടുണ്ട്. ഓ, ഇവിടെ തൊട്ടടുത്ത മംഗലശ്ശേരി വീട്. അതെന്താ ഗോവിന്ദ് ഓർക്കാത്തെ? അവിടെ താമസിച്ചൂടെ? ഹേയ്, ഓർക്കാത്തതല്ല. എനിക്ക് എപ്പോ വന്നാലും ആ വീട്ടിൽ താമസിക്കാമല്ലോ. പക്ഷേ ഹോസ്പിറ്റലിന് അടുത്താവുന്നതാ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവൽ ഒഴിവാക്കാലോ. ഞങ്ങളുടെ ലച്ചുവിനെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത് ഗോവിന്ദ. അതൊരിക്കലും ഞങ്ങൾ മറക്കില്ല. ഒരു മാനുഷിക പരിഗണന, അതിനെ അങ്ങനെ കണ്ടാ മതി. ലച്ചു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അല്ലാതെ അതിനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും കാണണ്ട. ഞങ്ങൾക്കെന്തായാലും അത് വലിയ കാര്യം തന്നെയാ. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചാ ഗോവിന്ദ് സത്യസന്ധമായി തന്നെ മറുപടി പറയൂ? സ്വാതി ചോദിക്ക്, ഞാൻ സത്യസന്ധമായി മാത്രമേ മറുപടി പറയൂ. ഗോവിന്ദിന് ലച്ചുവിനെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. അതെ, എനിക്ക് ലച്ചുവിനെ ഇഷ്ടമാ. അത് അമ്മുന്റെ കഴുത്തിന് മുമ്പ് ആരോ ഒരാൾ താലി കെട്ടിയത് ഗോവിന്ദ് ഒരു കുറവായി കാണുന്നുണ്ടോ? ഇല്ല. അമ്മുനെ വിവാഹം കഴിക്കാൻ ഗോവിന്ദിന് താല്പര്യമുണ്ടോ? ലച്ചുവിന്റെ കഴുത്തിൽ ആരോ ഒരിക്കൽ താലി കെട്ടിയതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ലച്ചുവിന് സമ്മതമാണെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കാം. എന്ന് ലച്ചുവിന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ പിന്നെ ഗോവിന്ദ് ഇന്ന് തന്നെ മംഗലശ്ശേരിയിലേക്ക് താമസം മാറ്റണം. അതെന്തിനാ? ആദ്യമേ പറഞ്ഞില്ലേ, ഞങ്ങളല്ലേ ഇവിടെ അടുത്തുള്ളപ്പോ ഗോവിന്ദ് ഒറ്റയ്ക്ക് വേറൊരിടത്ത് താമസിക്കണ്ട. മാത്രമല്ല, ലച്ചുവുമായി ഗോവിന്ദിന് കൂടുതൽ അടുക്കാൻ മംഗലശ്ശേരിയിൽ കഴിയുന്നതാ നല്ലത്. അല്ല, അത് ഞാൻ... ഇനി കൂടുതലൊന്നും പറയണ്ട. ഇന്ന് തന്നെ ഗോവിന്ദ് മംഗലശ്ശേരിയിലേക്ക് താമസം മാറ്റണം. അതെ, അത് വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.